ഹലോ സർ. വർഷ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. ഹെഡ് ഇഞ്ചുറി ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തണം. സർജറി വേണ്ടി വരും. ഓക്കെ സർ, ഞാൻ പെട്ടെന്ന് എത്തിക്കോളാം. ഓക്കെ. അമ്മേ, ഞാൻ ഇറങ്ങുന്നേട്ടാ. നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട, ഹോസ്പിറ്റലിൽ സാറ് വിളിച്ചിരുന്നു. ഒരു സർജറി ഉണ്ട്. ഈ ചായയെങ്കിലും കുടിക്ക്. ഇത് അമ്മ തന്നെ കുടിച്ചോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഹലോ പപ്പ. മോളെ, നീ ഇറങ്ങിയോ? പപ്പ, ഞാൻ ഓൺ ദ വേയാ. ഒരു എമർജൻസി സർജറി ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇമ്മീഡിയറ്റ് ആയി ഹോസ്പിറ്റലിൽ എത്തണം. പപ്പ പിന്നെ വിളിക്കട്ടോ. ഓക്കെ മോളെ, ടേക്ക് കെയർ. ബൈ. വണ്ടി സ്റ്റാർട്ടാവുന്നില്ലല്ലോ. എന്താ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അർജുൻ. അതെ. ഡു യു റിമെമ്പർ മീ? ഐ എം വർഷ. വർഷ, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. അല്ല, വണ്ടിക്ക് എന്തോ എന്താന്നറിയില്ല, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. താനെ ബോണിറ്റ് ഒന്ന് തുറന്നേ. എടോ, വണ്ടിയുടെ എഞ്ചിൻ ബെൽറ്റ് ഒട്ടിക്കിടക്കുക. വർക്ക്ഷോപ്പ് കൊണ്ടുപോകേണ്ടി വരും. അർജുൻ, എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? ശരി, വാ. ഡോക്ടർ എന്താ ലേറ്റ് ആയത്? എന്റെ വണ്ടി ഇന്ന് പണിമുടക്കി ചേട്ടാ. അർജുൻ, ആ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ ഇടാമോ? ശരി. എന്റെ നമ്പർ ഇതിലുണ്ട്. വണ്ടി കൊടുത്തിട്ട് വിളിച്ചു പറയണേ. ഓക്കെ. എനിക്ക് എമർജൻസി സർജറി ഉണ്ട്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഇനി ലേറ്റ് ആയ സീനിയർ എന്നെ വധിക്കും.
യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. പെട്ടെന്ന് തന്നെ സർജറി ചെയ്തുകൊണ്ട് വി വർ ഏബിൾ ടു സേവ് ദാറ്റ് ലൈഫ്. താങ്ക് യു സർ. ഇനി 24 hours വൈറ്റൽസും യൂറിൻ ഔട്ട്പുട്ടും ഒന്ന് മോണിറ്റർ ഓക്കെ സർ. എനാൾജസിക് സ്റ്റാർട്ട് ചെയ്തോട്ടെ? യെസ്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. ഓക്കെ സർ. പറയമ്മേ. അവൻ വിളിച്ചിരുന്നോ? ഇല്ല. നിന്നെ ഞാൻ എന്താ വേണ്ടേ? അവന്റെ ഒരു നമ്പർ പോലും വാങ്ങാതെ ഇങ്ങനെയുണ്ട് ഒരു പെണ്ണ്. അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. പപ്പയുടെ കോള് വരുന്നുണ്ട്. ശരി ശരി, നീ വിളിക്കണേ. ഹായ് പപ്പ. മോളെ, സർജറി എങ്ങനെയുണ്ടായിരുന്നു? സക്സസ് ആയില്ലേ? യെസ് പപ്പ. പപ്പ എന്താ ഇന്നലെ രാത്രി വിളിക്കാതെ രാവിലെ കോൾ ചെയ്തേ? ഇന്നലെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ ആകെ ലേറ്റ് ആയി മോളെ. ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ബോധമില്ലാന്ന് പറ. പിന്നെ അവര് ഫാമിലിയായിട്ട് ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട്. അതിന് നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അവർക്ക് നാളെ നിന്നെ കാണാൻ വരണമെന്നുണ്ട്. പപ്പ, ഐ എം നോട്ട് പ്രിപ്പയർഡ് നൗ. ഓക്കെ പപ്പ. മേഡം, അർജുൻ എന്നൊരാൾ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പറയണം. വേണ്ട, ഞാൻ വന്നോളാം. ശരി. വണ്ടി ശരിയായോ അർജുൻ? എത്രയാ ബില്ല്? ഇതാ. നേരത്തെ എന്നെ വിളിച്ച നമ്പറിൽ ജിപേ ഇല്ലേ? ഉണ്ടല്ലോ. എന്നാ ഞാൻ അതിൽ ചെയ്തേക്കാം. താൻ കുറെ കഷ്ടപ്പെട്ടതല്ലേ. താങ്ക്സ് കേട്ടോ. അതൊന്നും വേണ്ട. അർജുൻ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക്സ്. അർജുൻ കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. ആ 2000 രൂപ തിരിച്ചയച്ചിട്ടുണ്ട്. പിന്നെ പൈസക്ക് വേണ്ടിയല്ല ഞാൻ അയാളെ സഹായിച്ചത് കേട്ടോ. ഇതൊന്ന് തിന്നോക്കിയാട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല നീ ഒറ്റക്ക് വന്ന്. ഡോക്ടർ വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ കൊടുത്തോ? ഇല്ല ഡോക്ടർ. അയ്യോ, ഇനിയും ഇഞ്ചക്ഷനോ? എന്റെ ഇഞ്ചക്ഷൻ പേടി ഇപ്പോഴും മാറിയില്ലേ? ബെസ്റ്റ്. ഈ കാണുന്ന തടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ കരയും. ഡോക്ടർ കണ്ടോ? അയ്യേ, കഷ്ടമുണ്ട്. ഒരു കഷ്ടമില്ല. എത്ര വേണം കുത്തിക്കോ. ആക്ച്വലി അവിടെയല്ല കുത്തുന്നേ, ഒന്ന് കമിഴ്ന്ന് കിടന്നേ. അയ്യോ. ഹലോ. ഹലോ, ഹോസ്പിറ്റലിലാണോ? അല്ലടാ, ഞാൻ വീട്ടിലാ. എന്തേ, വീണ്ടും ടൈഫോയിഡ് ആയോ? ടൈഫോയിഡ് ഒക്കെ മാറി. ഇപ്പൊ അതിലും വലുതെന്ന് വന്നെന്ന് തോന്നുന്നു. അതെന്താ സുഖം? എന്തോ ഊണുമില്ല ഉറക്കമില്ല. ഡോക്ടറെ കാണണം വിളിക്കണം എന്നൊക്കെ തോന്നുക. അത് വല്ലാത്തൊരു സുഖാണല്ലോ. എന്തേ, ഇഞ്ചക്ഷൻ വേണ്ടി വരുമോ? അയ്യോ വേണ്ട. പിന്നെന്താ പറ. അർജുന്റെ ഫാമിലിയൊക്കെ ഞങ്ങൾ അബ്രോഡ് പോയപ്പോഴല്ലേ വീട് മാറിപ്പോയത്? അച്ഛൻ ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ നമ്മളൊന്ന് ചെറുതല്ലേ, വിളിക്കാൻ ഫോൺ നമ്പർ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ അമ്മയുടെ കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോ തറവാട് വീട് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അർജുനെ. ആ കുട്ടിക്കാലം എന്ത് രസാ. സൈക്കിളിൽ പോകുന്നതൊക്കെ ഓർക്കുമ്പോ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നിനക്ക് ഓർമ്മയുണ്ടോടാ? എന്ത്? കുട്ടിക്കാലത്ത് അമ്മമാരുടെ കൂടെ നമ്മളിവിടെ വന്നതും ആനയെ കണ്ട് നീ പേടിച്ചതും ഒക്കെ.
എടി ചുമ്മാ കളിയാക്കല്ലേ. എനിക്ക് ആനയെ പേടിയൊന്നുമില്ല, ഞാൻ ഒന്നും ഓർക്കുന്ന പോലുമില്ല. വിശ്വസിച്ചു. എന്നിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിയാ, വിട്ടുകളയാൻ തോന്നുന്നില്ല. താനും വാ, തന്റെ പപ്പ എവിടെയല്ലേ? ഞാനിപ്പോ തൽക്കാലം എങ്ങോട്ടും ഇല്ല. താൻ പോയി വാ, എന്റെ സങ്കടമൊന്നും നോക്കണ്ട. ലൈഫിൽ എന്തൊക്കെ ടേണിംഗ് പോയിന്റ് ആണല്ലേ? എന്തേ? അല്ല, തന്റെ കാർ കേടാവുന്നു, നമ്മൾ കണ്ടുമുട്ടുന്നു, ഇവിടെ വരെ എത്തിയിരിക്കുന്നു. എവിടെ വരെ? എങ്ങനെ എങ്ങനെ എങ്ങനെ? നീ തൽക്കാലം ഇത് വിട്. ആയിക്കോട്ടെ. എന്നാ വാ പോവാ. മോനെ, പാസ്പോർട്ടും ടിക്കറ്റും മറക്കല്ലേ. ഇല്ലമ്മേ. എന്താ അമ്മേ കരയല്ലേ? ഞാൻ പോയിട്ട് വരാം. പോട്ടെടി. എന്തേ അവള് വന്നില്ലേ? ഇല്ല. ഇനി അവള് വരും തോന്നില്ല. നീ വാ. മോളെ, ഒരു ആക്സിഡന്റ് കേസാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പ്ലീസ്. ഒന്ന് എത്തിക്കോ, പെട്ടെന്ന് വേണം. പെട്ടെന്നൊന്ന് വണ്ടി എടുക്കും മോളെ പ്ലീസ്. ശരി ബഷീറെ, വാ വാ, ഒന്ന് വേഗം വാ, ഒന്ന് വേഗം വാ, ഇങ്ങോട്ട് വാ വാ, ഇങ്ങോട്ട് കയറി. നീ പേടിക്കണ്ട ബഷീറെ, ഞാനും കൂടെ വരാം. ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്. ഇത്ര വൈകിട്ടും ഞാൻ വരുമെന്ന് എന്ത് പ്രതീക്ഷിച്ച കാത്തിരുന്നേ. നീ ഒരു തിരക്കിലെ ഡോക്ടറല്ലേ, അത് ഞാൻ മനസ്സിലാക്കണ്ടേ? ഹലോ, ഇത് എയർപോർട്ടാണ്, അധികം സീനാക്കണ്ട. ഹായ്, ഐ എം സ്വപ്ന. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അർജുൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാ. അർജുൻ ഹസ്ബൻഡ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ശരി. Mm-hmm.
പ്രണയമൊരു പുലരിയായി വിടരുന്ന വേളയിൽ കൂടെയുണ്ടാവണം, കൂട്ടിനുണ്ടാവണം, കൂടെയാരുമില്ലാത്തൊരു നേരവും കൂടെയെന്നുമുണ്ടാവണം. പ്രണയമൊരു പുലരിയായി വിടരുന്ന വേളയിൽ കൂടെയുണ്ടാവണം. അകലെ അകലയാണെങ്കിലും നീ അരികിലെന്നുമുണ്ടല്ലോ നീ സഖി. അകലെ അകലയാണെങ്കിലും നീ അരികിലെന്നുമുണ്ടല്ലോ നീ സഖി. കാലവും ദൂരവും കാലിയിൽ കോർത്തു നീ എന്നുമെന്നരികിലുണ്ടാവണം. കാലവും ദൂരവും കാലിയിൽ കോർത്തു നീ എന്നുമെന്നരികിലുണ്ടാവണം. പ്രണയമൊരു പുലരിയായി വിടരുന്ന വേളയിൽ കൂടെയുണ്ടാവണം. അഴകേ അഴകിന്റെ അഴകിൽ നീ പൊൻതൂവലായി നിൻ പ്രണയം. പൊൻപുലരിയിൽ ഒരു മിഴിയഴകുമാ എൻ പ്രണയ നിൻ സ്നേഹലാളനം. പൊൻപുലരിയിൽ ഒരു മിഴിയഴകുമാ എൻ പ്രണയ നിൻ സ്നേഹലാളനം. പ്രണയമൊരു പുലരിയായി വിടരുന്ന വേളയിൽ കൂടെയുണ്ടാവണം, കൂട്ടിനുണ്ടാവണം, കൂടെയാരുമില്ലാത്തൊരു നേരവും കൂടെയെന്നുമുണ്ടാവണം.